നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് മുനിസിപ്പാലിറ്റി 8-ാം വാർഡിൽ നുല്ലേപ്പടി അണങ്കൂർ JP നഗറിൽ താമസിക്കുന്ന സുമതിയുടെയും രാമന്റെയും മകൾ ഗീത. ഗീത ഒരു വൃക്കരോഗിയാണ്. ജന്മനാ തന്നെ വൃക്കയ്ക്ക് തകരാറുണ്ടായിരുന്നു. പിന്നീട് ഗുരുതരമായ രോഗമായി മാറി. ഇപ്പോൾ ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതം ചെയ്ത് മുന്നോട്ടു പോകുന്നു. സ്നേഹമുള്ളവരെ, ഞാൻ കാസർഗോഡ് സെൻറ് ജോസഫ് ഫൊറോന പള്ളി വികാരിച്ചനാണ്. ഫാദർ ജോർജ് വള്ളിമല. ഈ ഇടവക അതിർത്തിയിലെ JB കോളനിയിൽ താമസിക്കുന്ന ഗീത എന്ന സ്ത്രീ കഠിനമായ കിഡ്നി രോഗത്താൽ ക്ലേശിക്കുകയാണ്. സാമ്പത്തികമായും കുടുംബം വളരെ ദുരിതത്തിലാണ്. കഴിയുന്ന സഹായം ചെയ്യണമെന്ന് ഗുഡ്നസ് TVയുടെ മാന്യ പ്രേക്ഷകരോട് സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു. സുമതി രാമൻ ദമ്പതികൾക്ക് 3 മക്കളാണുള്ളത്. പിതാവ് 2010 മരിച്ചതിനു ശേഷം അമ്മ സുമതിയാണ് കൂലിപ്പണി ചെയ്ത് 3 മക്കളെയും വളർത്തിപ്പോന്നത്. ഇപ്പോൾ അമ്മയ്ക്ക് പ്രായമായി, ആരോഗ്യവും മോശമായി. അതിനാൽ ജോലിക്ക് പോകുവാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഒരു മകളെ വിവാഹം ചെയ്തയച്ചിരുന്നു. ഗീത ഇളയതാണ്. മകൻ കൂലിപ്പണിക്ക് പോകുന്നതുകൊണ്ടാണ് നിത്യചെലവ് നടന്നു പോകുന്നത്. ഞാൻ ഗീതൻ്റെ അമ്മയാണ്. ഇപ്പോൾ 2 വർഷമായി അവൾക്ക് ഡയാലിസിസ് ചെയ്യുന്നത്. കുറേ മരുന്ന് ചിലവാകുന്നുണ്ട്, പൈസ ഇല്ല. മറ്റേ കൂലിപ്പണി എടുത്തിട്ട് ജീവിക്കുന്നവർ. ഭർത്താവില്ല. ഭർത്താവ് 2010 മരിച്ചു. എനിക്ക് 3 മക്കളാണ്. അപ്പോൾ ജീവിക്കാൻ കുറച്ച് കഷ്ടമുണ്ട്. ജനിക്കുമ്പോഴേ ഒരേ കിഡ്നി ഉണ്ടായത്. അപ്പോൾ അറിഞ്ഞത് നമുക്ക് ഇപ്പോൾ ആണ്. 45 കഴിഞ്ഞു, 46 വയസ്സ് പിടിച്ചു പെണ്ണിന്. ഇളയ മോള് ഉണ്ട്. അങ്ങനെ ആയതുകൊണ്ട് കുറച്ച് കഷ്ടത്തിൽ ഉള്ളത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ നല്ല മനസ്സക്കാർ കുറച്ച് സഹായിച്ചില്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് നല്ലതേ തരൂ. ഇത് കണ്ടുകൊണ്ടുള്ള പ്രേക്ഷകർ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇതേ അവസ്ഥയിലുള്ള അനേകം മനുഷ്യരെ സഹായിച്ചിട്ടുള്ള ഗുഡ്നസ് TV പ്രേക്ഷകരിൽ ഇപ്പോൾ ഇവർ പ്രതീക്ഷയർപ്പിക്കുന്നു. മകളുടെ ഈ ദുർഗതിയിൽ വിഷമിക്കുന്ന അമ്മ സുമതി അവരുടെ വിഷമങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അയൽവാസികളുമൊക്കെ ഇവരുടെ ദയനീയ സ്ഥിതിയെക്കുറിച്ച് പറയുന്നു. എൻ്റെ പേര് ശ്രീജിത്താണ്. ഞാൻ ഇവരെ വീട്ടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ഇവർ അമ്മയും മോളും 2 പേരായി വീട്ടിലുള്ളത്. പിന്നെ ഒരുപാട് കഷ്ടത്തിലാണ് ഉള്ളത്. മകൾക്കാണെങ്കിൽ സുഖമില്ല. കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ചെയ്യുകയാണ്. അവർക്ക് ഒരുപാട് കാശിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. കാശിൻ്റെ ബുദ്ധിമുട്ടുകൾ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ അവർ പോവാൻ റിക്ഷയിലാണ് പോകുന്നത് ഡെയിലി. അപ്പോൾ അതിന് കാശ് ഒരുപാട് ചിലവുണ്ട്. പിന്നെ വീട്ടിലങ്ങനെ
നാട്ടിലുള്ള എല്ലാവരുമാണ് ഇവർക്ക് ചെലവിന് അതിനെല്ലാം കൊടുക്കുന്നത്. ഇവർ കാണുന്ന പ്രേക്ഷകർ ഇവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മുനിസിപ്പാലിറ്റി നൽകിയ ഭവനത്തിലാണ് ഇവർ താമസിക്കുന്നത്. നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് കഷ്ടിച്ച് ചികിത്സ നടന്നു പോകുന്നത്. ഈ അവസ്ഥയിലാണ് ഇവർ ഗുഡ്നസ് ടിവിയുടെ ശമരിയൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടത്. ഇപ്പോൾ ഇവർ സാമ്പത്തികമായി വളരെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. എൻ്റെ പേര് അശോകൻ. ഞാൻ കാസർഗോഡ് ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിൽ കഴിഞ്ഞ 22 വർഷമായിട്ട് ഒരു ഉച്ചഭക്ഷണ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. അതിനിടയിൽ 2 വർഷം മുമ്പാണ് ഗീത എന്ന സഹോദരി ഇവിടെ JP കോളനിയിൽ, കാസർഗോഡ് JP കോളനിയിൽ താമസിക്കുന്ന സുമതി എന്നവരുടെ മകളായ ഗീത അവിടെ ഡയാലിസിനായിട്ട് കടന്നു വരുന്നത്. ഞാൻ ആദ്യം കാണുമ്പോൾ തന്നെ എനിക്കൊത്തിരി സങ്കടം തോന്നി. ആഴ്ചയിൽ 3 ഡയാലിസിസ്. കാരണം വർഷങ്ങളായിട്ട് ഈ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിലച്ച ഘട്ടത്തിൽ 3 ഡയാലിസാണ് ആഴ്ചയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ കടന്നു വരുന്ന സമയത്ത് ഇവർക്ക് ഉച്ചഭക്ഷണം കൊടുക്കാനും ഇവരുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ എനിക്ക് കൂടുതലായിട്ട് താല്പര്യം തോന്നി. കാരണം ഇവരുടെ അവസ്ഥ വളരെ വളരെ ദയനീയ അവസ്ഥ. ഇടയ്ക്ക് അച്ഛൻ മരണപ്പെട്ടു. വീട്ടിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും എല്ലാം കൊണ്ടും ഇവർ വളരെ തീർത്തും ഒരു ദയനീയ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആശുപത്രിയിലെ ഡോക്ടറുമായി സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് കിഡ്നി മുഴുവനായിട്ട് പ്രവർത്തനരഹിതമാണ്. ഈ 3 ഡയാലിസിസ് കൊണ്ട് മാത്രമേ ഈ സഹോദരിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഈ ഗുഡ്നസ് ടിവിയുടെ ഈ ശമരിയൻ എന്ന പരിപാടിയിലേക്ക് ഒരു അപേക്ഷ നൽകുകയും ശമരിയൻ എന്ന പരിപാടിയിലൂടെ ഈ മകളുടെ കാര്യങ്ങൾ ലോകത്തെ അറിയിച്ച് ഈ മകൾക്ക് എന്ത് സഹായം നൽകാൻ ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർക്ക് സാധിക്കുമോ അത് നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ നൽകി ഈ മകളെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ ഇവരെ കൈവിടുകയില്ല എന്ന ഉറപ്പ് തന്നെയാണ് ഏറെ നാളുകളായി ശമരിയൻ പ്രോഗ്രാമിനെ മുന്നോട്ട് നയിക്കുന്ന ചാലകശക്തി. ഇത് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു പ്രോഗ്രാമായി മാറുന്നതും ഈയൊരു സത്യം ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ പിന്നിലുണ്ട് എന്ന യാഥാർത്ഥ്യം കൊണ്ടുമാണ്. നിങ്ങളുടെ സഹായങ്ങൾ ഈ മകൾക്കും നൽകി ഈ പുണ്യയാത്രയിൽ പങ്കുചേരുവാൻ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സസ്നേഹം ശമരിയൻ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയിലെ സമറിയൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഗംഗാധരൻ എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായനിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഗംഗാധരൻ നെന്മാറ സ്വദേശിയാണ്. 2020 മുതൽ ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. 48 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഏതാണ്ട് 42 വയസ്സ് മുതൽ അദ്ദേഹത്തിന് ഡയാലിസിസ് തുടങ്ങി. അദ്ദേഹം ഒരു പെയിൻറ്റിങ് തൊഴിലാളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അംഗവൈകല്യം ബാധിച്ച ഒരു സ്ത്രീയാണ്. അവർക്ക് മക്കളില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഏക വരുമാനം അദ്ദേഹമായിരുന്നു. രോഗമായതോടുകൂടി ആ വരുമാനവും നിലച്ചു.
അവസാനം അവരുടെ ഭവനം തന്നെ അവർ വിറ്റ് ചികിത്സിക്കുന്നതിനിടയായി ഇപ്പോൾ വിറ്റ വീട്ടിലെ ഒരു ചെറിയ മുറി വാടകയ്ക്കെടുത്താണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് ഗംഗാധരൻ്റെ സഹോദരി ഭർത്താവ് കണ്ണനാണ്. അപ്പോൾ അവരെല്ലാവരും ഒക്കെ കൂടി മറ്റുള്ളവരുടെ സഹായത്തോടും കൂടിയൊക്കെയാണ് ഗംഗാധരൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിലാണ് ഗുഡ്നസ് ടി വി ഗംഗാധരനെക്കുറിച്ച് അറിയാനായിട്ട് ഇടയായതും ഗുഡ്നസ് ടി വിയിലൂടെ ഗംഗാധരൻ്റെ രോഗവിവരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുവാനായിട്ടും ഇടയായത്. നല്ലവരായ പ്രേക്ഷകർ വളരെ നിർലോഭമായിട്ട് സഹകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് 1,70,000 രൂപ നമുക്കിപ്പോൾ സമാഹരിക്കുന്നതിനായിട്ട് സാധിച്ചു. ഈ 1,70,000 രൂപ ഗുഡ്നസ് ടി വിയുടെ എല്ലാ നല്ല പ്രേക്ഷകരുടെയും പേരിൽ ഇപ്പോൾ കൈമാറുന്നതിന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിൻ്റെ അളിയൻ കണ്ണനെ ഞാൻ ഈ തുക ഏൽപ്പിക്കുകയാണ്. ഗുഡ്നസ് ടി വിയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ നിർലോഭമായിട്ട് സമാഹരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിനും കൈമാറുന്നതിനും ഇപ്പോഴും നമുക്ക് സാധിച്ചത്. ഗുഡ്നസ് ടി വിയുടെ എല്ലാ നല്ല പ്രേക്ഷകരെയും പ്രത്യേകമായ വിധത്തിൽ ഞാൻ നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. ഗുഡ്നസ് ടി വിയുടെ എക്കാലത്തെയും ശക്തി നിങ്ങൾ ഓരോരുത്തരുമാണ്. വർഷങ്ങളായി നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് എല്ലാ ആഴ്ചയും തന്നെ നിർധനരായ രോഗികൾക്ക് സഹായം കൊടുക്കുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ സാധിക്കുന്നത് ഗുഡ്നസ് ടി വിയുടെ നല്ലവരായ പ്രേക്ഷകർ അത് അവരുടെ തന്നെ ഒരു ആവശ്യമായിട്ട് ഏറ്റെടുത്ത് കണ്ട് സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വരുന്നത് കൊണ്ടാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ ഗുഡ്നസ് ടി വിയുടെ പേരിൽ പ്രത്യേകമായിട്ടും അഭിനന്ദിക്കുകയും നന്ദിയോടെ ഓർക്കുകയും ചെയ്യുകയാണ്. നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സന്തോഷവും സമാധാനവും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സമൃദ്ധമായിട്ടും ഉണ്ടാകട്ടെ. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വിജയം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായ വിധത്തിൽ നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈ ഗംഗാധരൻ എന്ന സഹോദരൻ ചെറുപ്പമാണ്. ഇനിയും നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ കൊണ്ടുവരാം. അദ്ദേഹത്തിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് ദൈവത്തിന് അസാധ്യമായിട്ടും ഒന്നുമില്ലല്ലോ. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ വഴിയായിട്ട് ഗംഗാധരൻ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കടന്നു വരുന്നതിനും ജോലിയിലേക്ക് പോകുന്നതിനുമൊക്കെയുള്ള അനുഗ്രഹത്തിനും കൃപയ്ക്കുമായിട്ട് ഗംഗാധരനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടി വിയുടെ പേരിൽ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. എൻ്റെ അളിയൻ്റെ ചികിത്സാ ചെലവിനായി ഗുഡ്നസ് ടി വി പ്രേക്ഷകർ ഒരുപാട് സഹായിച്ചതിന് നന്ദി അറിയിച്ചോളൂ.